വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേരള സ്റ്റോറിയുടെ രണ്ടാം പാർട്ട് കേരള സ്റ്റോറി ടൂവിന്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് ഇടത് പ്രവർത്തകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആകാശ് എസ് ആണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ കേരള സ്റ്റോറി പാർട്ട് 1 ഇറങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇങ്ങനെ അല്ല നടക്കുന്നത്, ഇത് കേരളമല്ല എന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടും കേരള സ്റ്റോറിയുടെ 2 ഇറങ്ങുകയാണ്. ഇതിലും വർഗീയമായ പല വിഷവിത്തുകളും ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സിനിമയിലൂടെ കേരളത്തിൽ ഉണ്ട് എന്നവർ പറയാൻ ശ്രമിക്കുന്നത്? ഇത് നമ്മൾ പ്രത്യേകിച്ചും ഇതുപോലുള്ള പ്രൊപ്പഗാൻഡ മൂവീസിനെ പറ്റി ഇൻ ജനറൽ സംസാരിക്കുമ്പോഴും കേരള സ്റ്റോറി പോലെ വർഗീയ വിഷം വിളമ്പുന്ന ഒരു സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴും നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ സിനിമ ഏത് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നതാണ്. ഇത് കേവലം മലയാളികൾ കണ്ട് മലയാളികൾക്കിടയിൽ എന്തോ പോളറൈസേഷൻ ഉണ്ടാക്കാം എന്ന് കരുതി മാത്രം വിചാരിച്ചിറങ്ങുന്ന ഒരു സിനിമയല്ല. ഈ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലായ അനുഭവങ്ങളിൽ എൻ്റെ കേരളത്തിന് വെളിയിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് പഠിക്കുന്ന പല സുഹൃത്തുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ കൂടെ പഠിക്കുന്നവർക്കിടയിൽ മലയാളികളെ പറ്റി ഉണ്ടാകുന്ന ഒരു പൊതുധാരണയുണ്ട്. ആ പറയുന്ന പൊതുധാരണ ഷെയ്പ്പ് ചെയ്യുന്നതിൽ ഈ കേരള സ്റ്റോറി പോലുള്ള സിനിമ വഹിക്കുന്ന പങ്ക് കേവലം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന് അപ്പുറത്തേക്ക് സിനിമയിൽ അത് വരുമ്പോൾ, സിനിമയിൽ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഊതിപ്പെരിപ്പിച്ച നമ്പറുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്തരത്തിൽ കേരളത്തിന് വെളിയിൽ പഠിക്കുന്ന മലയാളികളായ യുവതി യുവാക്കളുടെ ജീവിതങ്ങൾ ദുരിതപൂർണമാക്കുന്നതിൽ അല്ലെങ്കിൽ അവർ വലിയ രീതിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതിൽ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ വലിയ എന്താ പങ്ക് വഹിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിന് അകത്ത് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം സംഘപരിവാരത്തിന് തന്നെ ഈ പറയുന്ന സിനിമയിൽ വന്നു എന്ന രീതിയിൽ ഈ സിനിമയിലെ നമ്പറുകൾ, ഈ സിനിമയിലെ ഊതിപ്പെരിപ്പിച്ച യാഥാർത്ഥ്യത്തോട് തെല്ലും പുലബന്ധമില്ലാത്ത ഈ സംഘപരിവാറിന്റെ ഫാക്ടുകൾ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ വെച്ച് വീണ്ടും വീണ്ടും പോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരം ഇപ്പോൾ ആകാശ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ജനതയ്ക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള വർഗീയമായ എക്സ്ട്രീം വർഗീയത എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഇല്ല എന്നറിയാം. പക്ഷേ കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, സിനിമകൾ കാണുമ്പോൾ ഇങ്ങനൊരു നറേറ്റീവ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെയുള്ള ലവ് ജിഹാദ് അല്ലെങ്കിൽ അത്തരം വർഗീയ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ? അതൊരു വലിയ കോമഡിയാണ്. കാര്യം നമ്മൾ ഈ മുത്തലാഖ് ബില്ല് വന്നപ്പോ പറഞ്ഞ പോലെയാണ്. ഒരു ഹിന്ദുവായ പുരുഷൻ അവന്റെ ഭാര്യയെ കല്യാണം കഴിച്ച് അവന് തോന്നുമ്പോൾ ഉപേക്ഷിച്ച് പോയാൽ അതൊരു സിവിൽ കേസാണ്. അവന് പൈസ കൊടുക്കേണ്ടി വരും, ഈ അലിമണി കൊടുക്കേണ്ടി വരും. അതൊരു സിവിൽ കേസാണ്, ഡൈവേഴ്സ് ആകാം. മറ്റൊരു വശത്ത് ഒരു ക്രിസ്ത്യാനിയായ പുരുഷൻ അവന്റെ ഭാര്യയെ അങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ അതും ഒരു സിവിൽ കേസാണ്. പക്ഷെ ഒരു മുസ്ലിം പുരുഷൻ മുത്തലാഖ് ചൊല്ലുമ്പോൾ, മുത്തലാഖ് ഇൻ എഫക്ട് ഭാര്യയെ ആ ഭർത്താവിന് തോന്നുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ മുസ്ലിം പുരുഷൻ മുത്തലാഖ് ചൊല്ലുമ്പോൾ അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നത് പേറ്ററിയാക്കിയുടെ മോശം വശമാണ് നമ്മൾ പറയുമ്പോൾ തന്നെ, പക്ഷെ മുസ്ലിം പുരുഷൻ അത് ചെയ്യുമ്പോൾ മാത്രം അത് ക്രിമിനൽ കേസായി മാറുന്നു. മുസ്ലിം പുരുഷന്മാർ ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. പ്രണയബന്ധങ്ങൾ കല്യാണത്തിലേക്ക് വഴിമാറുമ്പോൾ സ്ത്രീകൾ
പുരുഷന്റെ ലൈക്ക് ഞാൻ പറയുന്നത് ഇന്റർഫെയ്ത്ത് ആയിട്ടുള്ള മാരേജുകൾ, അതെ. സ്ത്രീകൾ പുരുഷന്റെ മതത്തിലേക്ക് മാറി, നമുക്ക് ജാതി മാറാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അതുപോലെ പക്ഷെ സ്ത്രീകൾ പുരുഷന്റെ മതത്തിലേക്ക് മാറുന്നത് പേട്രിയാർക്കിയുടെ ഒരു വശമാണ്. ലൈക്ക് ഇപ്പോൾ സ്ത്രീകളാണ് ഇപ്പൊ ആദ്യം ചോദിച്ചൊരു കാര്യത്തിൽ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ മുസ്ലിം പുരുഷന്മാരിൽ ഇപ്പോൾ കൂടുതൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മുസ്ലിം പുരുഷന്മാരിൽ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടായിരുന്നില്ലേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് നിയമം പോലും പോകേണ്ടി വന്നത്? പക്ഷെ നമ്മള് ഫാക്റ്റുകൾ പരിശോധിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം പുരുഷന്മാരോളം തന്നെ ഹിന്ദു പുരുഷന്മാർ, ഞാൻ കേരളത്തിലെ അവസ്ഥയല്ല പറയുന്നത്, ഇന്ത്യ എന്ന അവസ്ഥയിൽ അതെ. ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം പുരുഷന്മാരോളം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാരാണ് ബാക്കി മതസ്ഥർ. ലൈക്ക് ഹിന്ദു പുരുഷന്മാരും ക്രിസ്ത്യൻ പുരുഷന്മാരും ഒക്കെ. അത് ഒന്നെങ്കിൽ രഹസ്യബന്ധമാവാം, ഇല്ലെങ്കിൽ ലീഗലി അത് പറ്റില്ല. പക്ഷെ ഭാര്യമാരായി തന്നെ ജീവിക്കുന്ന എന്താ സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് എന്താ ഈ ഒരു പ്രതീതിവൽക്കരണം മുസ്ലിം പുരുഷന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചൈൽഡ് മാരേജസ് ഏറ്റവും കൂടുതൽ, ഞാൻ എന്റെ എന്താ പറയുക, ഇതിന്റെ എക്സാമ്പിൾസ് എടുത്ത് പറയാണ്. ചൈൽഡ് മാരേജ് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിനിടയിലാണ്. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താണ്, മുസ്ലിങ്ങളോളം തന്നെ ചൈൽഡ് മാരേജ് നടക്കുന്ന സമുദായങ്ങളാണ് പലവിധ ഹിന്ദു സമുദായങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സ്ത്രീ പുരുഷന്റെ മതത്തിലേക്ക് മാറുന്ന കാര്യം ഒരു മുസ്ലിമായ പെൺകുട്ടി ഒരു ഹിന്ദുവായ പുരുഷനെ കല്യാണം കഴിച്ചാൽ 90% സമയങ്ങളിലും ഈ മുസ്ലിം പെൺകുട്ടി ഹിന്ദു മതത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ മാറുമ്പോൾ ഇന്ത്യയിലെ സംഘപരിവാരം സന്തോഷവാന്മാരാണ്. ഇന്ത്യയിലെ സംഘപരിവാരത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യമാണ്, കറുവാപ്പസിയാണ്. പക്ഷേ ഈ പറയുന്ന മുസ്ലിം അല്ലെ ഹിന്ദു പെൺകുട്ടികൾ ഒരു മുസ്ലിം പുരുഷനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറുമ്പോൾ അത് മാത്രം ഈ സംഭവത്തിന് ഒരു പ്രത്യേക പേര് വരും, ലവ് ജിഹാദ് എന്ന് വരും. ഇതാണ് ഇത്തരത്തിലുള്ള പേരുകളിലൂടെയുള്ള ഒരു പ്രതീതിവൽക്കരണത്തിലൂടെയാണ് എന്താ സംഘപരിവാർ ഇന്ത്യയിലെത്താൻ. പക്ഷെ നമ്മൾ അപ്പോഴും മനസ്സിലാക്കുക, ഈ ലവ് ജിഹാദ് എന്നത് കേവലം കേരളത്തെ ടാർഗറ്റ് ചെയ്യുന്ന, കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് ഇന്ത്യക്ക് മൊത്തം ത്രട്ടാണ്. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറാം. അത് തന്നെയാണ് ആ ടീസറിലും പറയുന്നത്. കേരള സ്റ്റോറി 2ന്റെ ടീസറിലും പറയുന്നത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറാം. എങ്ങനെയാണ് ഇന്ത്യ ഇസ്ലാമിക രാജ്യം? ഇതൊരു തരം നമ്മൾ പറയുന്നത് ഹിന്ദുക്കളെല്ലാം അപകടത്തിലാണ് എന്ന് പറയുന്നു. പക്ഷെ ഏത് ഹിന്ദുക്കൾ എന്നൊന്ന് ചോദിച്ചാൽ പറ്റില്ല. കാര്യം ഇന്ത്യയിലെ ഹിന്ദുക്കളിലെ സോക്കോൾഡ് ഹിന്ദുക്കളിലെ ബഹുഭൂരിപക്ഷമായ ദളിതർ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നത് എങ്ങനെയാണ്? അത്തരം ഹിന്ദുക്കൾ അപകടത്തിലാവുന്നത് മുസ്ലിങ്ങൾ കാരണമാണ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു സംഘപരിവാരത്തിന്റെ പ്രതീതിവൽക്കരണമാണ് ഇത്തരം സിനിമകളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു കേരള സ്റ്റോറിയിൽ തുടങ്ങുന്നതുമല്ല, ഒരു കേരള സ്റ്റോറിയിൽ അവസാനിക്കുന്നതുമല്ല. അതെ. അപ്പോൾ അവസാനമായ ഒരു ചോദ്യം കൂടി, കേരള സ്റ്റോറി പോലൊരു ഒരു പ്രൊപ്പഗാൻഡ സിനിമയ്ക്ക് കേരളം ഇനി എത്രത്തോളം സ്ഥാനം നൽകും എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ കേരളം ഇതിനെ ചവറ്റുകൊട്ടയിൽ തള്ളിക്കളയും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. കുറച്ച് അധികം മനുഷ്യരെങ്കിലും എന്താ വളരെ കുറച്ച് വളരെ കുറച്ച് സമയത്തേക്ക് ഇതൊക്കെ സത്യമാണ് വിചാരിച്ചേക്കാം ഈ സിനിമ കാണുമ്പോൾ. ഇത് സ്വീകരിക്കുന്ന മനുഷ്യർ ഉണ്ടാവുന്നതിന് ഞാൻ വിചാരിക്കുന്നത്, ഇത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഇത്ര വലിയ ഈ നമ്മൾ പറയുന്ന ഈ അബ്രപാളിയിൽ ഇങ്ങനെ ഈ വലിയ നമ്പറുകൾ എഴുതി കാണിക്കുമ്പോൾ ഇതൊക്കെ സത്യമായിരിക്കുമോ എന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് കേരളത്തിലെ എന്താ ഈ അൾട്രാ സംഖ്യകളെ അല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഈ സംശയത്തിന്റെ വരയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ല, നാം ശരിക്കും അവരെ കൂടി പരിഗണിക്കുമെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെ ഈ സംശയത്തിന്റെ വരയിൽ നിൽക്കുന്ന മനുഷ്യരെ കൃത്യമായ ഫാക്റ്റുകൾ പറഞ്ഞുകൊണ്ട്, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, സോഷ്യൽ മീഡിയക്ക് അകത്തും പുറത്തും അങ്ങനെ മതേതരത്വത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതേസമയം തന്നെ
ഇത് ഇന്ത്യൻ സെൻസർ ബോർഡ് അടക്കമുള്ള ഈ സിനിമയെ ഇന്ത്യയിലെ സിനിമയെ നിയന്ത്രിക്കുന്ന ഇത്തരം അതെ. ബോർഡുകളുടെ കഴിവുകേട് കൂടിയാണ് എന്താ കാണിക്കുന്നത്. ഈ രാജ്യത്തെ 3.5 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തെ അരികുവൽക്കരിക്കാൻ, ആ സംസ്ഥാനം വേറെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ ബാക്കി വരുന്ന എന്താ കോടിക്കണക്കിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാകുന്ന ഇത്തരം സിനിമകളെ തടയാൻ, ഇപ്പൊ വിജയുടെ ജനനായകൻ തടയാൻ എടുക്കുന്നതിന്റെ 1% എഫേർട്ട് പോലും എടുക്കുന്നില്ല എന്നതാണ് ഇന്ത്യയിലെ സംവിധാനങ്ങൾ എന്തുമാത്രം തോൽവിയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ കൈപ്പിടിയിലാണുള്ളത് എന്ന് നമുക്ക് ഇതിലും വലുതും ഇനി കേരളത്തിന് നേരെ വരും. പക്ഷെ നമ്മൾ എന്നും പോരാടിയിട്ടുള്ളത് പോലെ മുന്നോട്ട് തന്നെ പോരാടിക്കൊണ്ട് ആരൊക്കെ വന്നാലും എന്തൊക്കെ വന്നാലും പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അതെ, അപ്പോൾ ഇത്തരം പ്രൊപ്പഗാൻഡ സിനിമകൾ എല്ലാ കാലത്തും വന്നിട്ടുണ്ട്, വരാറുമുണ്ട്, ഇനി വരികയും ചെയ്യുമായിരിക്കും. പക്ഷെ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ സാക്ഷരതയേറെയുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇനിയും സജ്ജമായിരിക്കും. ആകാശ് പറഞ്ഞതുപോലെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന, വർഗീയത മാത്രം വിളമ്പുന്ന വലിയ ബിഗ് സ്ക്രീനിൽ ഇതെല്ലാം കാട്ടുന്ന ഒരു സിനിമയെ കേരളം ചവിട്ടുകുട്ടയിൽ തന്നെ കളയും എന്നുള്ളത് തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.